അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപ്പ നട്ട് പിടിപ്പിച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പൂവ് രാത്രിയിലാണ് വിരിയുക. അങ്ങനെ വെള്ള പൂവായതുകൊണ്ട് തന്നെ രാത്രിയിലാണ് വിരിയുക. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് രാത്രി വിരിയുന്നതുകൊണ്ട് തന്നെ ഈ തേനീച്ചകൾ വന്നിട്ട് പരാഗണം ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, പ്രത്യേകിച്ച് മഴയായ സാഹചര്യം. ഇപ്പം നല്ല മഴയാണ്, അതുകൊണ്ട് തേനീച്ചകളൊന്നും രാത്രി വരാൻ ചാൻസ് ഇല്ല. രാവിലെ ആകുമ്പോഴത്തേന് ഈ പൂവ് വാടിയിട്ട് ഇങ്ങനെ ചുരുങ്ങും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തേനീച്ചക്ക് ഉള്ളിൽ കയറാനും പറ്റും. അതുകൊണ്ട് തന്നെ 2-3 പൂവ് ഇട്ടത് വാടി പോയിട്ട് ആ കായ പിടിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ പറ്റി പഠിച്ചപ്പോഴേ ഈ പോളിനേഷൻ പ്രോസസ്സ് അങ്ങനെ തേനീച്ച നടത്താത്തത് കൊണ്ടാണ് അത് ഒഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് 1-2 വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ വിരിഞ്ഞ് നിൽക്കുന്ന പൂവിൻ്റെ ഉള്ളിലാണ് ചെറിയൊരു പൂവ്, അത് ആൺപൂവും പെൺപൂവാണ്. അപ്പോൾ ആദ്യം ആ താഴത്തെ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പൂമ്പൊടി ഉണ്ടാവും, അതിങ്ങനെ കോരി എടുത്തിട്ട് ആ മുകളിലുള്ള പൂവിൻ്റെ മേലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. ഇപ്പോൾ ഇത് മഴയായിട്ട് നനഞ്ഞുകൊണ്ട് തന്നെ ആ സ്പൂണിൽ ഒട്ടി നിൽക്കുന്നുണ്ട്. അതല്ലാത്ത സാഹചര്യമാണെന്ന് ശരിക്കും നല്ല പൊടിയായിട്ട് ഇങ്ങനെ ആ സ്പൂണിൽ നമുക്ക് കിട്ടും. അങ്ങനെ പൊടിയൊക്കെ അതിനുള്ളിൽ നിർത്തിയിട്ട് ആ മേലത്തെ പൂവിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ എന്തായാലും ആ കായ പിടിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് പൂ ഇട്ടിട്ട് കായ പിടിക്കാതെ വാടി പോകുന്നതായിട്ട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.